ഹലോ ഗൈസ്, രാവിലത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ട് പറഞ്ഞു കൊടുക്കും ഗിരീശൻ. യെസ്, വളരെ നല്ല കാഴ്ചയായിരുന്നു. സണ്ണ് വല്ലാണ്ട് ഇഷ്ടമാകുന്നുണ്ട്. ഗൈസ്, നമ്മൾ ഏർലി മോർണിംഗിന് എണീച്ചിട്ട് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചായ ഉണ്ടാക്കി തരുന്നത് ഗിരീശൻ ആണ്. ഗിരീശൻ, പ്ലീസ് റൊട്ടേറ്റ് യുവർ ഫേസ്. ഗിരീശൻ എങ്ങനെ ചായ ഉണ്ടാക്കണം പറഞ്ഞിട്ടുണ്ട്? ചായന്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടുണ്ടോ? ചായയിൽ നമ്മൾ നല്ല ചായപ്പൊടി ഇടും. പിന്നെ കുറച്ച് പഞ്ചസാരയും ഇട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഇളക്കും. ഗൈസ്, അങ്ങനെ നമ്മളെ ചേട്ടായി ഫുഡ് കൊണ്ട് എത്തിയിട്ടുണ്ട്. സോ ഇതിലെന്താ ഉള്ളത് നമ്മൾ തുറന്നു നോക്കാം. ഓപ്പൺ യുവർ മൗത്ത്. ഇതൊന്ന് തുറക്ക് പ്ലീസ്. ഓപ്പൺ ദിസ് ഫാസ്റ്റ്. വാവ്, നല്ല പൊറോട്ടയും. ഈ പാത്രത്തിൽ പൊറോട്ട ആണുള്ളത്. ഇനി നെക്സ്റ്റ് പാത്രത്തിൽ എന്താണുള്ളത്? നെക്സ്റ്റ് പാത്രത്തിൽ വീണ്ടും പൊറോട്ട. യെസ് ഗൈസ്, അങ്ങനെ വീണ്ടും പൊറോട്ട തന്നെയാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ മണ്ടന്മാരായി ഗൈസ്. യെസ് ഗൈസ്, ഊരില്ല. വെള്ളപ്പല്ല. വെള്ളപ്പേടാ, അത് കവറാ, വെള്ളപ്പല്ല. വെള്ളപ്പുണ്ട്. നീ ഒരു മണ്ടൻ തന്നെടി. കൂട്ടത്തിന് നമ്മള് ഇന്നലത്തെ ബാക്കി വെച്ച മന്തിയും കൂടി ഉണ്ട്. മന്തി വേണ്ടവർക്ക്. മാം ഇപ്പൊ എന്താ ചെയ്യുന്നേ? നിങ്ങളെ ചായ കൈയിട്ട് വാരി കുടിക്കുന്നു. യെസ്. ആലയൊക്കെ നോക്കിയാ ഏതാ പെർഫെക്ഷൻ. ഇതാണ് ഞങ്ങള് ജാക്കിജാന്റെ പെങ്ങൾ. ഹായ് മാം. ജനിച്ചപ്പോളെ അങ്ങനെയാണ് സൗന്ദര്യം. എന്താണ് വരിഞ്ഞൊഴുകുന്ന അമ്മ പെങ്ങന്മാര് അങ്ങനെയല്ലോ പറയല്. അവിടെ ഇരുന്ന് ചായ കുടിച്ചു. എന്റെ ഇന്നത്തെ കഴിഞ്ഞില്ല, അന്ന് തുടങ്ങാൻ പോകുന്നില്ലോ. ഇതാണ് ഗൈസ് നമ്മള് ഇന്നത്തെ സെക്കൻഡ് വ്ളോഗ്. രണ്ടും കൂടി ചിലപ്പോ ഒന്നായിട്ടായിരിക്കും ഞാൻ ഇടുന്നുണ്ടാവാം. ചിലപ്പോ അതാണ് ഗിരീശന് നല്ല മൊയന്തിലിക്കലാണ് നിൽക്കണത്. ക്ലൈമറ്റ് ശരിയില്ലാന്നോ? തണുപ്പില്ല. തണുപ്പ് വളരെ കുറവാണ്. ഞാൻ കുറച്ചുകൂടെ തണുപ്പാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞുതരാം. എന്നാ പിന്നെ ഫ്രിഡ്ജ് കയറിന്നോ, സ്വിച്ച് ഇട്ടരാ. ഇന്നൊക്കെ പിന്നെയും കഴിഞ്ഞു. ഇന്ന് 2 പ്രാവശ്യം ഞാൻ ചളി അടിച്ചു. ഇന്നത്തെ എന്റെ ഫോട്ടോ കഴിഞ്ഞു. എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റും. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഓരോരുത്തർ എണീച്ച് വരുന്നുണ്ട്. നിങ്ങളെ കുതിര കളിയോണ്ട് ഉറങ്ങാൻ പറ്റില്ല തന്തകളെ. ഏടാളെ പോണേ 5 മണി 5:30. ഈ ക്ലൈമറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റാ? പക്ഷെ തണുപ്പില്ലല്ലോ. വലിയ തണുപ്പില്ല. പല്ലൊക്കെ പിന്നെയും തേക്കാലോ. നീ തേച്ചില്ല? പല്ല് തേച്ചില്ല? ഹായ്, ഇത് ഞങ്ങളെ ഫിദ. എപ്പ പോവാണെങ്കിലും കണ്ണട എടുത്തിട്ടേ പോവും ഗൈസ്. ഇപ്പോൾ എങ്ങോട്ട് പോവാണെങ്കിലും അവളെ കൂളിംഗ് ഗ്ലാസ് ഉണ്ടാവും. ഇതാണ് അവളെ കൂളിംഗ് ഗ്ലാസ് ഗൈസ്. ഇതാണ് ഫിദന്റെ കൂളിംഗ് ഗ്ലാസ്. അവളെ അൾട്ടിമേറ്റ് സാധനമാണ്. ഇനി അവളെ ഉറങ്ങുന്ന വരെ അവളെ തലയിലുണ്ടായി. രാത്രി ഫുൾ ടൈം ഇനി. നമ്മോടൊപ്പം ചേരുന്നത് ഹിബാമാണ്. എല്ലാം കൊയ്യാനൊന്നുമില്ല. ഒന്നേ നമ്മ പൊരിച്ചാല വെളിച്ചടിയ. വെളിച്ചെണ്ണല്ലോ നമുക്ക് വെള്ളത്തിൽ പൊരിക്കുക. നിന്റെ ബുദ്ധി റോക്കറ്റ് തന്നെ. കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്ക്. അടി എല്ലാ മുട്ടയും പൊട്ടിയടി. നമ്മളിപ്പോ ഉണ്ടാക്കുന്നത് ചായയാണ് ഗൈസ്. ഇത് ചായ അല്ലേ? അതിന്റെ ചായ. അതെന്താ എനിക്ക് മാത്രം? ബാക്കിയുള്ളവരൊക്കെ എന്താ പൊട്ടന്മാരോ? ഞാൻ അങ്ങനെ പറയില്ല. ഞാൻ അങ്ങ് പറയാം. ഇത് നമ്മളെ ഇതെന്താണ്? ഇത് മന്തിപ്പാത്രം. ഇത് അങ്ങോട്ടേക്ക് വാരിട അല്ലെ? ആണാക്കോ ഇതിലേക്ക് വാരിട. ജിമ്മില് പോകണ്ടല്ലേ? ജിമ്മില് പോകുന്ന എന്റെ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? ലഷു. എന്റെ സ്ഥലത്തിന്റെ പേരെന്താ? അഗസ്ത്യമോയുള്ള ജിമ്മത്തിയാണ്. ഒന്ന് പിടിച്ചാ. വാവ്, എന്താ ഇത്? മസിലാണ് ഗൈസ്. മസില് താഴോട്ട് ഒരുങ്ങി പോയതാ തണുപ്പായിട്ട്. സൗണ്ട് പോയിരിക്കുന്നു. നമ്മോടൊപ്പം ഉള്ളത് ഹിബ കുക്കറി ഷോയിൽ നിന്നും ഹിബയാണ്.
ഇപ്പൊ താങ്കള് ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? മുട്ട വീണ്ട് മുട്ട പുഴുങ്ങിയതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ട പ്രത്യേകിച്ച് ഒന്നും ആവില്ല ഗൈസ്. ഇത് പൊട്ടിയ മുട്ട മണ്ടത്തിയെ. പൊട്ടി മുട്ടയിലത്തെ ഇത് അതില് കായ്. ഈ പാത്രം ഈ 2 മുട്ടയും കറി അതിനാ പാത്രം ചൂടാക്കുന്നത്? ഈ സാധനയിലേക്ക് ഇടുമ്പോ ഒരു ചൂട് വേണം, പാത്രത്തിന് ചൂട് വേണം. ഓരോ സ്വഭാവമുള്ള ടീമുകളാണ് ഗൈസ്. പാത്രം മാത്രം ചൂടാക്കുന്ന കുറച്ച് ടീമുകളുണ്ട്. ഫുഡ് അപ്പുറത്ത് വെച്ചിട്ട് അതെന്തിനാ എനിക്ക് മനസ്സിലായില്ല ഗിരീശൻ. എന്നിട്ട് പാത്രം ചൂടായിട്ട് അതിലേക്ക് ചോറ് അതിലേക്ക് ഇടും. ഗ്രീഷ്മന്റെ പൊത്തി മുണ്ടിനാല് നെയ്യൂടെ ഇങ്ങനെ ഒഴിക്കുക. വല്ലാണ്ട്. അതെ ഫൈനലി ഗിരീശന്റെ പുതിയ ബുദ്ധിയാണ് ഗൈസ്. ആ ചോറിന്റെ അവസ്ഥ കടിയില് പിടിച്ചിട്ടോ. ഇതാണ് മെയിൻ കുക്കറി ഷോ. ഇതാണ് ഗിരീശന്റെ കുക്കറി ഷോ. മറ്റേ ഫ്രൈഡ് റൈസ് ആൾക്കാരൊക്കെ പോലെ ഇങ്ങനെ ആദ്യം ഒരു ചോറുണ്ടാക്കട്ടെ. സെറ്റായോ? എടി കരിഞ്ഞു മണം വരുന്നേടി. കുറച്ചുകൂടി ചൂടാവും. കുറച്ച് കരിഞ്ഞു പോയോ എന്നൊരു ഡൗട്ട്. ഇതിനുള്ള ചൂടൊക്കെ ഉണ്ടാവും പിന്നെ. ആയിക്കോട്ടെ. ചൂടുണ്ടോ? ഇന്നത് പനിക്കുണ്ടോ? തൊട്ടോക്ക. നിങ്ങളെന്താ ഇവിടെ? പൊടി. ട്രൂ ലവ്. ഇത് കൂട്ടത്തിൽ തലതെറിച്ചൊരു സാധനം. അതിന് ഉണക്കാണിട്ടതാ. വൈറ്റമിൻ ഡി കൊള്ളുക ഉണ്ടാക്കി. അത് ഞങ്ങളെ ഗർഭിണി ആയതുകൊണ്ട് വൈറ്റമിൻ ഡി കൊള്ളാണ് ഗൈസ്. ഞാനാ പറഞ്ഞത് തോട്ട പുതിയ ആണോ? എല്ലാം പൊട്ടി ആ പൊട്ടിച്ചാരറിയോ? ഹിബ. ഉപ്പ് ഇട്ടിട്ട് കഴിച്ചാണ്. അനക്ക് ഇനി ചായ ഇല്ല കേട്ടോ. അതിനുള്ള പാല് എടുത്തു. എന്താ നമിതൊരു തമാശക്ക് തഗ് പറഞ്ഞതാ. പാല് കുടിക്കാൻ വാവ് സൂപ്പർ. 5 പൈസക്ക് പറ്റില്ല നിൽക്കാൻ. പാല് മാത്രമേ ഉള്ളൂ. എടി ഗ്രീഷ്മ നല്ല പൊട്ടുണ്ട് പൊട്ടാത്തെ. ബാക്കി മലപ്പുറം പൊട്ടിച്ചെന്നിട്ട് അല്ല കണ്ടിട്ട് പോലില്ല. ഈ റോഡ് കൂടെ മുട്ട വന്നാ എങ്ങനെ ഉണ്ടാവും? അത് തെറ്റു പറയാൻ പറ്റില്ല. ചിരിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്നാ. എന്തുണ്ടെന്ന് ഞാൻ ചിലപ്പോ ഇന്ന് വൈറ്റമിൻ ഡി നേരം വൈകി വന്നാലോ. നീ പോയി കണ്ടോ. നീ പോയിക്കോ. ഗൈസ് നമ്മള് വൈറ്റമിൻ ഡി കൊള്ളാൻ പോവാണ്. രാത്രി 12 അല്ല രാവിലെ 12 മണിയായിട്ട് വൈറ്റമിൻ ഡി കൊള്ളാണ്. ഇത് വൈറ്റമിൻ ഡി അല്ല അർച്ചന അല്ല. ഗൈസ് ഇത് എസ്തെറ്റിക്കിന്റെ വൻമരം. മിസ്സസ് ഹിബ. കിട്ടിയോ? കിട്ടി. ഇനി നമുക്ക് മേലോട്ട് കേറാം. യെസ് ദിസ് ഈസ് ദ വ്യൂ ഗൈസ്. കേറേ ഞാൻ വന്നാ അങ്ങോട്ടെ. അതൊക്കെ മതി വ്യൂ. മല, കുന്ന്, ചെരുവുകൾ. ഇതാണ് നമ്മൾ ഇന്ന് വന്ന വ്യൂ പോയിന്റ്. ഇതെന്താ ചെമ്പരത്തൊക്കെ? കൂട്ടത്തില് ചെമ്പരത്തി അതിലൊക്കെ ഉള്ള 2 ടീമിനെയും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഹലോ ഗൈസ് ഇതാണ് നമ്മളെ റൂം കേട്ടോ. അല്ല വേറെ ടീം വൃത്തിയാക്കി. നമ്മളെന്നെ വൃത്തിയാക്കില്ലല്ലോ. ഫുൾ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിയാൽ അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. പൂളിന്റെ അടിപൊളി വ്യൂ ഉണ്ട്. എന്ത് എക്കോ അടിക്കുന്നു? ഗൈസ് ഏർലി മോർണിംഗ് ആയിട്ടും നമ്മള് ചില ടീമുകൾ എണീറ്റില്ല. കേട്ടോ വാഷ്റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാഷ്റൂം ഉണ്ട്. പിന്നെ അവർ ചെറിയൊരു കബോർഡ് തന്നിട്ടുണ്ട്. ചെറിയൊരു കബോർഡ് ഉണ്ട്. ദിസ് ഈസ് ദ കബോർഡ്.
എനിക്കത് കുറെ ടീമുണ്ട് ഗൈസ്. റിസോർട്ടിന് എന്തുകൊണ്ടാണ് ആ പേര് വീണെന്ന് ആർക്കെങ്കിലും അറിയോ? യെസ് ഗൈസ്, ലോട്ട് ഓഫ് കാപ്പി ഈസ് ഹിയർ. ക്യാൻ യു സീ ദിസ്? ഞങ്ങള് ആരാമത്തിലേക്ക് അല്ല അടുക്കളയിലേക്ക് പോവാണ്. മാം വരുന്നില്ല. ഇത് ഫോട്ടോജനിക് മാം ആണ്. വേറൊന്നതാ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിരിക്കുന്നത്. അതിലെ വാ. ഇപ്പൊ നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം എന്തൊക്കെയുള്ളത് എന്നുള്ളത്. ലെറ്റ്സ് ഗോ. ഡൈപ്പ സബിനെ എന്തെങ്കിലും ഒരു പണി എടുത്തോടെ എനിക്ക് ഇരിക്കുന്നിടത്തിരിക്കല്ലാണ്ട് അന്നെ ഭാവിയിലെ കിട്ടുന്ന ആൾക്കാർ ആ കേട്ടേരും. ഇവരെ കൊച്ചപ്പാടുകൊണ്ട് താഴ്ത്തുനിന്ന് ഉറങ്ങാൻ പറ്റട്ടെ ബ്ലഡി ഫൂൾസ്. അതിനെ കൊറേ വിളിക്കും. ഓ ട്രക്കിങ് ഞങ്ങള് രാവിലെ 5 മണിക്ക് പോയി. 5 മണിക്ക് പോയി. മോനുണ്ട് ബെല്ലിങ്ങനെ അടിയുന്നു. ഇങ്ങനെ വിളിക്കുക ബെല്ലിങ്ങനെ അടിയുന്നുണ്ട്. അടിക്ക് കേൾക്കുന്നുണ്ട്. യെസ്, ദിസ് ഇസ് ദ കിച്ചൺ ഗൈസ്. ഹലോ. യെസ് ഗൈസ്, ഇതെന്താണ് തളിപ്പിക്കുന്ന ഗൈസ്? ദിസ് ഇസ് മിൽക്ക് ആണ് ഗൈസ്. ദിസ് ഇസ് മിൽക്ക്. പായസം ഉണ്ടാക്കാണ്. ചായ അല്ല ചായയും അല്ല പൊറാട്ടയും പായസം. ഓ അണ്ടോ, എനിക്ക് ചായ വേണേ. നല്ല കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ. ചായ ചെക്കന്മാരെ കേട്ടിക്കൂടെ നിങ്ങക്ക്? ഓർക്ക് ചായ ഒരു മര്യാദക്ക് ഉണ്ടാക്കാറില്ല. തൊള്ള മാത്രമേ. ഒരുത്തനോട് ചായ തൊള്ള 100 പ്രവൃത്തി 0. ആരാ പറയുന്നേന്നാ രാവിലെ അല്ലടാ ചായ ഉണ്ടാക്കാറിയേ. പിന്നെ നമ്മളെ മുത്ത് ഹിബാണ്. ഹിബ എപ്പോ നോക്കിയാലും ഹിബ അടുക്കളയില. ഹിബ ഈസ് വർക്കിംഗ്. ഹിബനൊക്കെ കെട്ടിച്ച് വിട്ടാല് ആ പൊരക്കാര് രക്ഷപ്പെടും. മൊണ്ണയാണ്. പക്ഷെ മൊണ്ണാണ്. ചില സമയങ്ങളിൽ അവളൊരു മൊണ്ണയാണെങ്കിലും പക്ഷെ അവള് അടിപൊളിയാ. അടിപൊളിയാ. ഈ മുട്ട പുയിഞ്ഞ മുട്ട ആരുതായിരുന്നു അന്റെ പ്രോട്ടീനാ. അപ്പൊ ഇതോ ആരുടെ പ്രോട്ടീനാ അതിന്റെ ഉള്ളില്? അപ്പൊ ഇതാരാ? പക്ഷെ അതാ ഫോണ്. ചായ മൂർധന്യതയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ചായ അല്ല അവസാനത്തിൽ ചായ ഓൾമോസ്റ്റ് തിളയ്ക്കാനായിട്ടുണ്ട്. തിളച്ചില്ലേനു? തിളച്ചല്ലേ? തികയാൻ ചാൻസ് കുറവാണ്. കാരണം നമ്മള് ഇത് ഏകദേശം എനിക്ക് ഒരു 5-8 ഗ്ലാസ് ഒക്കെ ഉണ്ട്. നമ്മൾ ടോട്ടൽ ഒരു 10 ആൾക്കാരൊക്കെ ഉണ്ട്. ചായ തികയില്ല. ചായയിൽ വെള്ളം തരുന്നുണ്ടോ? ചായയിൽ വെള്ളം ചേർക്കണം. നമുക്കുള്ള മാത്രം മാറ്റിയേക്കാം. അതിന് വേറെ ഹിബക്ക് ചായ അല്ല. ഹിബ രാവിലെ ഒരു പാൽ ഗ്ലാസ് ഓള് ഒരു ഗ്ലാസിന്റെ പകുതി പാൽ ഓൾ എടുത്തിട്ട് മുയിപ്പുണ്ട്. വെള്ളം ചേർത്താലേ? വെള്ളം എന്തിനത്ര മുയിപ്പ്? വേണേ കുറച്ച് പത്തിരിപ്പൊടിയൊക്കെ ഉണ്ടോ? മുയിപ്പ് കൂടെ ഫൈനലി നമ്മള് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ ഡ്രാഗന്റെ കുഞ്ഞാ ഇതിന്റെ ഉള്ളില്? ഇത് കിളിക്കോയിന് പ്രോട്ടീൻ. ഏർലി മോർണിംഗ് തന്നെ പ്രോട്ടീൻ അടിക്കുന്ന ഹിബ മാം. ഒരു കഷ്ണം തരുമോ? 2 മുട്ടയിലാണ് പ്രോട്ടീൻ ഉള്ളത്. മുട്ടയില്ല. ഗിരീശൻ രാവിലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഗിരീശൻ മാറി നിൽക്കുവാണ്. ഇപ്പൊ നമ്മളോട് കൂടിയുള്ളത് നമ്മളെ ഹണി മാം ആണ്. ഹണി ഈസ് കുക്കിംഗ് ചായ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ പൊറോട്ടയൊക്കെ ഹണി ഉണ്ടാക്കിയാണ്. ഒരിക്കലും അല്ല ഗൈസ്. ഇതൊക്കെ നമുക്ക് കിട്ടിയതാണ്. നമ്മളെ മാമന്മാര് കൊണ്ടു തന്നാണ്. യെസ്, ദിസ് ഈസ് സോ സോഫ്റ്റ്. ഈ ചായയിൽ ആദ്യം ഒഴിക്കുക വെള്ളമാണോ പഞ്ചസാരാണോ ചായപ്പൊടിയാണോ? വെള്ളവും പാലും. മാം ജെന്യൂൻ ആയിട്ടാണ് നമുക്കുള്ള ആൻസർ തരുന്നത്. ഇത് ഞങ്ങള് ഫിദ. ഉറങ്ങുമ്പോ വരെ കണ്ണടൊക്കെ. പിന്നെ ബ്ലഷ് ഇട്ടിക്കണേ. രാവിലെ എണീച്ച് വന്നാൽ ഞങ്ങള് ബ്ലഷ് ഇടും. പിന്നെ ഐ ഹീലൊക്കെ ഇട്ടിട്ട് അടുക്കളയിൽ കയറുക. ഇവലെ കെട്ടുന്ന ആളെന്തായാലും ഭാഗ്യവതിയാണ്.
തന്നെ 1/2 ഗ്ലാസ് പഞ്ചസാരയും 1 ഗ്ലാസ് പാലുമാണ് ഓള് ചായ ഉണ്ടാക്കി കുടിച്ചത്. പിന്നെ എങ്ങനെ ഇതെന്താ ഇതില് ഓയിലാവൂലേ? ഇതെന്താണ്? വാ, മന്തിയിലുള്ള ഏലക്കായ എടുത്തുകൊണ്ടിരിക്കുന്നത് ഗായ്സ് ചായലിടാൻ വേണ്ടിട്ട്. ഇത് എന്റെ നിനക്ക് മുട്ടന്റെ കഷ്ണം എടുത്തേ. അത് കാണുന്നില്ല ഇനി. ആ കറി കെക്കുന്നത് മുട്ടന്നല്ലേടി? പാവ ഇപ്പൊ കഷ്ടപ്പെട്ട് കുഞ്ഞത്. മുട്ടക്കറിയാണോ ഗവൺമെന്റിന്റെ കരുതൽ സ്റ്റോക്ക് ഇറക്കിയത് അവിടെ ഇല്ലെങ്കിലോ. ഗവൺമെന്റ് അങ്ങനെ കരുതൽ സ്റ്റോക്ക് ഇറക്കലുണ്ടോ? ഓ, ഏർലി മോർണിംഗിന് ഐസ് വാട്ടർ. വാവ്, ചായക്ക് പകരം. ചായക്ക് പകരം അതും തണുത്ത വെള്ളം. മുട്ടക്കറി വളമാണ്ടതെല്ലാം എടുത്ത് പാരുക. അവിടെ പാരോ നമ്മളെ വയനാട് വല അതൊക്കെ അതാ ബേക്ക് കൂടെ മുന്നിൽ കൂടെ ഒക്കെ കൈ പോകുന്നേ. എന്റെ ഫോണല്ല. അതിലെന്താ ഹലോ ഗായ്സ്, ഒരു ഹായ് പറയാ ആശിക്ക്. ഹായ്. എന്തൊരു എക്സ്പ്രഷൻ ഇല്ലാത്ത, വികാരമില്ലാത്ത ഹായ്. ഈ കാണുന്ന ഡ്രസ്സുകളെല്ലാം പാക്കപ്പ് ചെയ്യേണ്ടതാണ് ഗൈസ്. ഇതെന്താ? ഇതൊക്കെ എന്താ? അതാ കാവാലൻ ചെട്ടി. അത് ഉണങ്ങട്ടെ. മനസ്സിലായില്ല. ഏയ് ഹിബ, ബ്രേക്ക് ഇല്ലാത്ത വണ്ടി എടുത്ത് പോവാ. അതെ, യെസ് ഗൈസ്, ഫൈനലി നമ്മൾ ഇവിടുന്ന് വിട പറയുകയാണ്. യെസ് യെസ്, വണ്ടി എടുക്കേ, ഓണാക്കേ. എന്റെ ബേഗാട് ഉണ്ടല്ലേ, ഹെൽമെറ്റ് കാട്ടിക്ക ബേക്കുന്നു. ഇല്ല, കിട്ടിയില്ല. അല്ലാന്റെ ഹെൽമെറ്റ് പൊളിഞ്ഞ് സോറി. എന്റെ ഹെൽമെറ്റ് അച്ഛനും അടിപൊളി. അതിനായിട്ട് ഇപ്പത്തേലോട്ട് അതാ പോയിരുന്നേ. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടുന്ന് തിരിക്കാണ്. സൈനിങ് ഓഫ്, ബൈ. അപ്പൊ ഗൈസ് ഫൈനലി നമ്മള് ഓഫ് റോഡ് ഇറങ്ങിയിരിക്കുന്നു. എങ്ങനെയുണ്ടായി ഓഫ് റോഡ് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? കിടു കിടു കിടു. വണ്ടിന്റെ ടയർ സബിനെ? അതെ, സെറ്റാണ്. ഹിബന്റെ വണ്ടിന്റെ ടയർ ചെറുതായിട്ടൊന്ന് പോയെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ സെറ്റാണ്. ബാക്കി ടീം അതാ വന്നോണ്ടിരിക്കാണ്. ഇങ്ങോട്ട് ഇറങ്ങുമ്പോ സീൽ കേട്ടോ, കേറാൻ നിങ്ങൾ പുള്ളി ഇരുന്ന പോലെ അല്ല, ഇറങ്ങിയോ നടന്നോ? അത് വണ്ടിയുടെ അതിന് അഞ്ച് വണ്ടിയുടെ